റോഡിലെ വെള്ളക്കെട്ടിൽ വള്ളമിറക്കി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ ഗവൺമെന്റ് ITIക്കും കോട്ടമുറി ജംഗ്ഷനുമിടയിലെ വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ ഗവൺമെന്റ് ITIക്കും കോട്ടമുറി ജംഗ്ഷനുമിടയിലെ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ജനങ്ങളും സംഘടനകളുമെല്ലാം പലതവണ പ്രതിഷേധമുയർത്തിയിട്ടും വെള്ളക്കെട്ട് പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വെള്ളക്കെട്ടിൽ വള്ളമിറക്കിയത്. യൂത്ത് കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി M. മുരളി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മന്ത്രി കൂടിയായ ഏറ്റുമാനൂർ MLAയുടെ ഓഫീസിന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള വെള്ളക്കെട്ട് അദ്ദേഹം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് N. മുരളി ആരോപിച്ചു. മാസങ്ങളായുള്ള വെള്ളക്കെട്ട് പരിഹരിക്കണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിട്ടും നിസ്സംഗത തുടരുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും M. മുരളി കൂട്ടിച്ചേർത്തു. എല്ലാ വർഷകാലത്തും ഇതിലേക്കൂടെ എത്രയധികം ബുദ്ധിമുട്ടാണ് ഓരോ വാഹനങ്ങളും ഓടിക്കുവാൻ വേണ്ടി ഉണ്ടാകുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എത്ര വട്ടം ഇവിടുത്തെ അധികാരികൾക്ക് നിവേദനം നൽകി, ഇവിടുത്തെ PWD ഓഫീസിൽ നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഇവരെല്ലാം കൈ കഴുകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. MLA ഇപ്പോൾ മുമ്പ് സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ച 1.5 കിലോമീറ്റർ അപ്പുറത്താണ് MLAയുടെ ഓഫീസ്. നിരന്തരം ഇതിലെ യാത്ര ചെയ്യുന്നതാണ്. അദ്ദേഹം മന്ത്രിയായപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മളെല്ലാവരും നിന്നത്. പക്ഷേ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഏറ്റുമാനൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കാനോ ഏറ്റുമാനൂരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ അദ്ദേഹത്തിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിബിൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാവും ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ ആനന്ദ പഞ്ഞിക്കാരൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോറോയി പൊന്നാറ്റിൽ, സനൽ കാട്ടാതി, അരുൺ നീണ്ടൂർ, വിഷ്ണു ചെമ്മണ്ടവള്ളി, സോബിൻ തെക്കേടം, ജെയ്സൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.